ആവേശത്തിരിളക്കി GCC കപ്പ് ഫുട്ബോളിന് സമാപനം. വാശിയേറിയ മത്സരത്തിൽ കോസ്റ്റൽ ട്രിവാൻഡ്രം ചാമ്പ്യന്മാരായി. ടൈ ബ്രേക്കറിലാണ് ടോപ്പ് 10 ഒമാനെ മറികടന്നത്. പവർ ഗ്രൂപ്പ് യുടെ നേതൃത്വത്തിൽ ഈ മാസം 10 മുതൽ 13 വരെ ദുബായ് പോലീസ് ക്ലബ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടന്നത്. ദുബായ് പോലീസിന്റെ പോസിറ്റീവ് സ്പിരിറ്റ് കൗൺസിലിന്റെ സഹകരണത്തോടെ നടന്ന GCC കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ കോസ്റ്റൽ ട്രിവാൻഡ്രം ചാമ്പ്യന്മാരായി. ടൈ ബ്രേക്കറിൽ 3-നെതിരെ 4 ഗോളുകൾക്ക് ടോപ്പ് 10 ഒമാനെ പരാജയപ്പെടുത്തിയാണ് കോസ്റ്റൽ ട്രിവാൻഡ്രം കിരീടം സ്വന്തമാക്കിയത്. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനില പാലിച്ചതിനെ തുടർന്നാണ് ടൈ ബ്രേക്കർ വേണ്ടിവന്നത്. സെമിയിൽ ടോപ്പ് 10 ഒമാൻ ക്ലബ് ഡി സ്വാറ്റ് മാൾട്ടയെയും കോസ്റ്റൽ ട്രിവാൻഡ്രം അജ്മാൻ അൽസബ ഹസ്ലേഴ്സിനെയുമാണ് തോൽപ്പിച്ചത്. മത്സരത്തിന് മികച്ച പിന്തുണയാണ് ലഭിച്ചതെന്നും മറ്റ് GCC രാജ്യങ്ങളിൽ മത്സരം ഉടൻ സംഘടിപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. നിറഞ്ഞ ഗാലറികൾ ഞങ്ങൾ പൊതുവെ ഇതിനാദ്യം മുതലേ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പ്രതീക്ഷിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. കാരണം അറിയാലോ, ഇതൊരു ക്ലബ് വികാരം അല്ലെങ്കിൽ ഒരു നാട് വികാരം എന്നതിനേക്കാൾ ഉപരി ഞങ്ങളെ ലക്ഷ്യം ഇത് തന്നെയായിരുന്നു. സേന ടു ടെക്സ് അത് 100% വിജയിച്ചിട്ടുണ്ട് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതിന് അടുത്ത സീസൺ വരുന്നത് റിയാദിൽ വെച്ചിട്ടാണ് 2026-ൽ, അതിനുശേഷം ഖത്തറിൽ 2027-ൽ തന്നെയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്ന ഒരു ഈവന്റ് തന്നെയാണ്. കോസ്റ്റൽ ട്രിവാൻഡ്രത്തിലെ ഫൈസൽ മികച്ച കളിക്കാരനായും ജോൺ മികച്ച വിദേശ കളിക്കാരനായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതേ ടീമിലെ ഷിജിനാണ് ടോപ്പ് സ്കോറർ. ടോപ്പ് 10 ഒമാനിലെ രതിൻ ലാലിനെ മികച്ച ഡിഫൻഡറായും ഷഹബാസിനെ മികച്ച ഗോൾ കീപ്പറായും തെരഞ്ഞെടുത്തു. ട്രോഫിക്കൊപ്പം ചാമ്പ്യന്മാർക്ക് 25,000 ദിർഹവും റണ്ണേഴ്സ് അപ്പിന് 10,000 ദിർഹവും സമ്മാനിച്ചു. 24 ദുബായ്.